എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. എൻ്റെ ചാനൽ എ മീഡിയയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വീണ്ടും നമസ്കാരം. ഞാൻ അലീന പി തോമസ്. ഇനി ഞാൻ വന്നിരിക്കുന്നത് മാധ്യമങ്ങളുടെ പക്വമായ ഉപയോഗം, ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ എന്നൊരു ലേഖനത്തെക്കുറിച്ച് നിങ്ങളുമായി പറയാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. മാധ്യമങ്ങളുടെ ഗുണങ്ങളും ദോഷങ്ങളും മനസ്സിലാക്കേണ്ടതും മാധ്യമങ്ങളെല്ലാം വിശേഷ്യ ടെലിവിഷൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന അപകടങ്ങളും ചതികളും മനസ്സിലാക്കേണ്ടതും ജീവിത നന്മയെ ലക്ഷ്യമാക്കി പക്വമായി മാത്രം ഉപയോഗിക്കേണ്ടതും നമ്മുടെ കർത്തവ്യമാണല്ലോ. നിഷ്കളങ്കതയും നേരും എന്നെ പരിപാലിക്കുമാറാകട്ടെ, ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. സങ്കീർത്തനത്തിൽ 25-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇത് പ്രസ്താവിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ ഇന്ന് നിത്യജീവിതത്തിലെ അവിഭാജ്യ ഘടകങ്ങളായിരിക്കുന്നു. ദൂരത്തിന്റെ സമയത്തിന്റെ പരിധികൾ തകർത്ത് ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങൾ എല്ലായിടത്തും എത്തിക്കുവാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നു. സമൂഹത്തിന്റെ ഉൾത്തുടിപ്പുകളാണിവ. പക്ഷേ വിളകളോടൊപ്പം കളകളും വളർന്ന് പന്തലിക്കുന്നു. വിളകളേത് കളകളേത് എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നാശത്തിന് കാരണമാകും. അതിനാൽ ശരിയായ മാധ്യമ അവബോധം ഇന്നിന്റെ ഒരു ആവശ്യമാണ്. എല്ലാമാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിൽ മാധ്യമങ്ങൾക്ക് ഇന്ന് സുപ്രധാനമായ ഒരു സ്ഥാനമാണ് ഉള്ളത്. പത്രം വായിക്കാതെ ദിവസം ആരംഭിക്കാൻ പലർക്കും വിഷമമാണ്. മാധ്യമങ്ങൾ പല വിഭാഗമുണ്ട്. പത്രം, മാസിക, മറ്റു പ്രസിദ്ധീകരണങ്ങൾ ഇവയെ അച്ചടി മാധ്യമങ്ങൾ അഥവാ പ്രിന്റ് മീഡിയ എന്ന് വിളിക്കുന്നു. റേഡിയോ, TV, കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ് എന്നിവ ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളുടെ വികസന ചരിത്രം. ഭാരതത്തിലെ ആദ്യ പത്രമായ ബംഗാൾ ഗസറ്റ് 1280-ൽ പ്രസിദ്ധീകരിച്ചു. ബ്രിട്ടീഷ് മേധാവിത്വത്തിൽ ഭാരതജനതയെ വിമോചിക്കുവാൻ ആദ്യകാല പത്രങ്ങൾ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ അവ സ്ഫുടം ചെയ്യപ്പെട്ടു. മലയാള പത്രങ്ങളുടെയും ചരിത്രവും അപ്രകാരം തന്നെ. പത്രമാസികകൾ വായനയുടെ ഒരു പുത്തൻ ലോകം തുറന്നു തന്നു. പിന്നീട് റേഡിയോ രംഗപ്രവേശനം ചെയ്തു. വിജ്ഞാന ലോകത്തോടൊപ്പം വിനോദവും നമ്മുടെ ഭവനങ്ങളിൽ എത്തിച്ചു. ഇക്കാലയളവിൽ സിനിമ ജനജീവിതത്തിൽ സ്ഥാനം പിടിച്ചു. നല്ല സിനിമകളും കച്ചവട സിനിമകളും 1985 ജനുവരി 1-ാം തീയതി തിരുവനന്തപുരത്ത് ദൂരദർശൻ കേന്ദ്രം ആരംഭിച്ചു. വിജ്ഞാനം അഥവാ ഇൻഫർമേഷൻ, വിദ്യാഭ്യാസം അഥവാ എഡ്യൂക്കേഷൻ, വിനോദം അഥവാ എന്റർടൈൻമെന്റ് എന്ന മുൻഗണനാ ക്രമമായിരുന്നു ടെലിവിഷൻ ഉണ്ടായിരുന്നത്. ടെലിവിഷൻ ചാനലുകൾ പെരുപ്പം ആഗ്രഹിക്കുന്നതെല്ലാം കാണുവാനും വേദിയൊരുക്കി. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും അറിവിന്റെ ആശയ വിപണത്തിന്റെയും അക്ഷയ കനികൾ തുറന്നു തന്നു. അനാശാസ്ത്രയുടെ കാണാപ്പുറങ്ങളും വിവിധമായ കാര്യങ്ങൾ നമ്മളെ കാട്ടിത്തരുന്നു മാധ്യമങ്ങൾ. പക്ഷേ അവിടെ നമ്മൾ ശരിയും തെറ്റും തിരിച്ചറിയേണ്ടതായ ഒരു കാര്യം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുക. മാധ്യമങ്ങൾ ശരിയും തെറ്റും എന്നത് രണ്ട് ഘടകങ്ങളാണ്. അതിൽ ശരി ചിലപ്പോൾ കൂടുതൽ കാണാം, തെറ്റുകളാണ് ഏറെയും കാണാം. മാധ്യമങ്ങളുടെ നന്മയുടെ അറിവിന്റെയും അനന്ത സ്രോതസ്സുകളാണ് വിജ്ഞാന കൃതികളുടെ. അവ തീർച്ചയായും ഒരു അനുഗ്രഹമാണ്. പക്വതയോടെ ഉപയോഗിക്കണമെന്ന് മാത്രം. മാതൃഭാഷയിലും വിദേശ ഭാഷകളിലും ആവശ്യമായ നൈപുണ്യം ലഭിക്കുവാൻ പത്രമാസികകളും ടെലിവിഷനും വളരെയധികം സഹായിക്കുന്നുണ്ട്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികളുടെ വിവരങ്ങൾ വായിച്ചറിയുന്നതിലൂടെ ജനങ്ങളുടെ സാംസ്കാരിക വളർച്ച സാധ്യമാക്കുന്നതിനുള്ള മാധ്യമങ്ങൾ വലിയ സംഭാവനയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വിവിധ കലകളുടെയും വളർച്ചയിലും മാധ്യമങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഭാരതത്തിന്റെയും കേരളത്തിന്റെയും തനത് കലകൾ കാണുവാനും ആസ്വദിക്കാനും സാധ്യമാക്കുന്ന ഏക സംവിധാനം നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം. വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ ഇന്റർനെറ്റും ഒരു പ്രധാന മാധ്യമമായി കരുതാവുന്നതാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളും വിവരങ്ങളും അപ്പോൾ തന്നെ നമ്മുടെ അറിവിൽ കൊണ്ടുവരുന്ന ഇന്റർനെറ്റ് നമുക്ക് അവഗണിക്കാനാവില്ല. എന്നാൽ വിവേകത്തെ കീഴ്പ്പെടുത്തുവാൻ വികാരത്തെ അനുവദിക്കരുത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നന്മയുടെ പാതയിൽ ചരിക്കുവാൻ ശക്തമായ ഇച്ഛാശക്തി ആവശ്യമാണ്. അതില്ലാത്തവർ വളരെ എളുപ്പം തിന്മയുടെ വഴിയിലാകും. യേശുക്രിസ്തു മുന്നറിയിപ്പ് നൽകുന്നു, നഗരത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവും അതിൽ കൂടെ കടക്കുന്നവർ അനേകരും ആകുന്നു എന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ 7-ാം അധ്യായം 13-ാം വാക്യത്തിലും 14-ാം അധ്യായത്തിലും പറയുന്നുണ്ട്. മാധ്യമങ്ങൾ തുറന്നിരുന്ന പുത്തൻ മേച്ചിൽപ്പുറങ്ങൾ പലപ്പോഴും അപകടം പതിയിരിക്കുന്നു. അവയ്ക്കെതിരെ ജാഗ്രത പുലർത്തുവാൻ സാധിക്കണം. നന്മയുടെ പാതയിൽ മാത്രമേ ചരിക്കൂവെന്ന ഉറച്ച നിലപാടിനെ സ്വഭാവ ദൃഢത അഥവാ ഇന്റഗ്രിറ്റി എന്ന് പറയാം.
ഇതിന് ശരിയായ പ്രാർത്ഥനയും പരിശീലനവും ആവശ്യമാണ്. ദാവീദിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം, നിഷ്കളങ്കതയും നേരുമെന്നെ പരിപാലിക്കുമാറാകട്ടെ. അത് തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ തറച്ചിരിക്കേണ്ട ഒരു വാക്യമാണ്, നിഷ്കളങ്കതയും നേരുമെന്നെ പരിപാലിക്കുമാറാകട്ടെ. ഞാൻ നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്നുവല്ലോ. മാധ്യമങ്ങൾ കുടുംബാന്തരീക്ഷം അസ്വസ്ഥമാക്കുന്നു. ഇന്നത്തെ പത്രമാസികകളിലെ റിപ്പോർട്ടുകളും പൈങ്കിള കഥകളും കുടുംബത്തെക്കുറിച്ച് വികലമായ ചിത്രമാണ് നൽകുന്നത്. ടെലിവിഷൻ പരിപാടികൾ കുടുംബാന്തരീക്ഷത്തെ കലുഷിതമാക്കുന്നു. പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുന്നു. സീരിയലുകളുടെ സമയക്രമമനുസരിച്ച് പ്രാർത്ഥനയും പഠനവും വെട്ടിച്ചുരുക്കുന്നു. കുടുംബത്തെ നിലനിർത്തുന്ന 3 അടിസ്ഥാന പ്രമാണങ്ങളാണ്: ഒന്നിച്ചു പ്രാർത്ഥിക്കുക, ഒന്നിച്ചു സംസാരിക്കുക, ഒന്നിച്ചു ഭക്ഷണം കഴിക്കുക. Pray together, talk together, eat together. ഇവ 3ഉം താളം തെറ്റുമ്പോഴാണ് നാം അറിയാത്ത പ്രശ്നങ്ങൾ അരങ്ങേറുകയാണ്. മുൻഗണനാക്രമം അനുസരിച്ച് കാര്യങ്ങൾ നടപ്പാക്കുവാൻ കുടുംബങ്ങൾ സഹകരിക്കണം. പഠനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. വിദ്യാലയത്തിൽ 5 മണിക്കൂർ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 5 മണിക്കൂർ ഭവനത്തിൽ വെച്ചും പഠിക്കേണ്ടതാണ്. ഓരോ ദിവസവും പഠിക്കാനുള്ളത് അതാത് ദിവസം പൂർത്തീകരിക്കുന്നതാണ് ഉത്തമ വിദ്യാർത്ഥികളുടെ ലക്ഷണം. ഭവനത്തിലെ പഠനവും ഒരു ടൈം ടേബിൾ അനുസരിച്ച് ക്രമീകരണം. എന്നാൽ ചാനലുകളിലെ എല്ലാ പരിപാടികളും കാണുവാൻ ശ്രമിച്ചാൽ പഠനത്തിന് എവിടെ സമയം കിട്ടും? വാർത്തയുൾപ്പെടെയുള്ള ചില നല്ല പരിപാടികൾ തീർച്ചയായും കാണണം. മറ്റുള്ളവ പരിമിതപ്പെടുത്താനുള്ള വിവേചന ശേഷി കൂടി ഉണ്ടാകണം. കായിക വിനോദങ്ങളിലുള്ള ഭ്രമം വർദ്ധിപ്പിക്കുന്നു. സച്ചിനാണ് എന്റെ ദൈവം, ക്രിക്കറ്റ് ആണ് എന്റെ മതം എന്ന മട്ടിലാണ് ചിലരുടെ മനോഭാവം. ക്രിക്കറ്റ് മനോഹരമായ ഒരു കായിക വിനോദമാണ്. സച്ചിൻ മഹാനായ ഒരു കളിക്കാരനാണ്, സംശയമില്ല. എന്നാൽ ക്രിക്കറ്റ് കണ്ടുകൊണ്ട് ദിവസത്തിന്റെ നല്ല പങ്ക് ഹോമിക്കുന്നത് ശരിയാണോ? നിങ്ങൾ തന്നെ പറയുക. ഗൗരവതരമായ കാര്യങ്ങൾക്കിടയിൽ വിനോദത്തിനും വിശ്രമത്തിനുമാണ് കലാകായിക ഇനങ്ങൾ. നമ്മുടെ നാട്ടിൽ ക്രിക്കറ്റ് മാച്ച് തുടങ്ങിയാൽ ഓഫീസിലും വിദ്യാലയങ്ങളിലും മുഖ്യ ചർച്ചാ വിഷയം അതാണ്: ആര് ജയിക്കും, ആര് തോക്കും എന്നുള്ളത്. ചുമതലകൾ മാറ്റിവെക്കുന്ന ക്രിക്കറ്റ് ജ്വലം രാഷ്ട്ര പുരോഗതിക്ക് പോലും തടസ്സമാകുന്നു. കായിക മത്സരങ്ങൾ നാം നേരിട്ട് ഏർപ്പെട്ടില്ല, അത് ശരീരത്തിനും മനസ്സിനും ഗുണകരമാണ്. പകരം TV സ്ക്രീനിന് മുന്നിൽ മണിക്കൂറുകളോളം ചടഞ്ഞിരുന്നാൽ ശരീരവും മനസ്സും വികൃതമായി തീരും. വിനോദങ്ങളുടെ പേരിൽ നിഷേധാത്മക സംസ്കാരം. വിജ്ഞാനത്തോടൊപ്പം വിനോദവും മാധ്യമങ്ങളിൽ നാം പ്രതീക്ഷിക്കുന്നു. പക്ഷേ വിനോദത്തിന്റെ പേരിൽ സമൂഹത്തിലെ മൂല്യങ്ങളെ നശിപ്പിക്കുന്ന നിഷേധാത്മക സംസ്കാരം പകർന്ന് നൽകുന്ന ആത്മഹത്യ, കൊലപാതകം, വഞ്ചന എന്നിവ സ്ഥിരം ദൃശ്യങ്ങളാകുമ്പോൾ അവയെ സ്വാഭാവിക ജീവിതധാരയിൽ പുത്തൻ തലമുറ സംശീകരിക്കുന്നു. മിക്ക സിനിമകളിലും സീരിയലുകളിലും മദ്യപാനം ഒരു സ്ഥിരം ദൃശ്യമാണ്. ഇത് മദ്യ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വീഞ്ഞു ചുവന്നു പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്, ഒടുക്കം അത് സർപ്പം പോലെ കടിക്കുന്നതും അണലി പോലെ കൊത്തുന്നതും എന്ന് മഹാജ്ഞാനിയെ ശലോമോൻ താക്കീത് നൽകുന്നു. ഇത് പറയുന്നത് സദൃശവാക്യങ്ങൾ 23-ാം അധ്യായം 31-ാം വാക്യത്തിലാണ്. മാധ്യമങ്ങൾ സ്ത്രീയെ മോഹവസ്തുവായി ചിത്രീകരിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പശ്ചാത്തലത്തെ വിമർശിച്ചുകൊണ്ടാണ് പറഞ്ഞത്: ഭാരതത്തിൽ എല്ലാവർക്കും ഓരോ ഭാര്യയും ബാക്കി മുഴുവൻ അമ്മമാരുമാണ്. പാശ്ചാത്യരാകട്ടെ മറിച്ചും സ്ത്രീകളെ ഉപഭോഗ വസ്തുവായി കാണുന്ന പാശ്ചാത്യ സംസ്കാരം ഇവിടെ വളരാനിടയാക്കുന്ന മാധ്യമങ്ങളുടെ വഴിവിട്ട ശൈലിയാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം. മൂല്യച്യുതി സൃഷ്ടിക്കും വിധം മാധ്യമങ്ങൾ പ്രവർത്തിക്കുമ്പോൾ യുവതലമുറ അതിന് വിധേയമാകാതിരിക്കാൻ ഉണർന്നു പ്രവർത്തിക്കണം. അതിന് ഇന്റഗ്രിറ്റി അത്യാവശ്യകതയാണ്. പരസ്യങ്ങളും ഉപഭോഗ സംസ്കാരവും. എല്ലാ മാധ്യമങ്ങളുടെയും സാമ്പത്തിക അടിത്തറ പരസ്യങ്ങളിലൂടെയാണ്, വരുമാനമാണ്. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുവാൻ പരസ്യങ്ങൾ ആവശ്യം തന്നെ. നിർദോഷമായ ചില നല്ല പരസ്യങ്ങൾ നമ്മുടെ മനം കവരുകയും ചെയ്യുന്നു. കള്ളങ്ങൾ പലവട്ടം കേൾക്കുമ്പോൾ സത്യമായി തോന്നും. ഈ രഹസ്യം പരസ്യക്കാർക്കറിയാം. യഥാർത്ഥവുമായി പൊരുത്തപ്പെടാത്ത പരസ്യങ്ങൾ അനവധിയായി നാം അറിയാതെ തന്നെ അവർ സ്വാധീനത്തിലാകുന്നു. ഫാസ്റ്റ് ഫുഡും കൊക്കക്കോളയും കുട്ടികളുടെ ഇഷ്ട വിഭവങ്ങളാക്കി തീർത്തത് പരസ്യങ്ങളാണ്. കുട്ടികളെയും സ്ത്രീകളെയും പെട്ടെന്ന് വശീകരിക്കുവാൻ കഴിയും. ഇഷ്ടതാരങ്ങൾ പറയുന്നത് നമ്മുടെ മനസ്സിൽ പതിയും, അവയെ നാം സ്വീകരിക്കുന്നു. ഇവിടെയെല്ലാം കച്ചവട തന്ത്രങ്ങളാണ് വിജയിക്കുന്നത്. അനേകരെ ഇത് കടക്കണിയിലാക്കും. ആത്മഹത്യയിലേക്ക് ചിലരെയെങ്കിലും നയിക്കുന്നത് വരവറിയാതെ ചെലവറിയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഉപഭോഗ സംസ്കാരമാണ്. ലളിത ജീവിതവും ഉയർന്ന ചിന്തകളുമാണ് നമ്മെ സംതൃപ്തരാക്കുന്നത്. ഉപഭോഗ സംസ്കാരം സൃഷ്ടിക്കുന്ന ഈ ദൂഷിത വലയത്തിൽ നിന്നും മോചനം നേടുവാൻ ഉറച്ച വിശ്വാസവും ആത്മീയ നിഷ്ഠകളും ആവശ്യമാണ്. രാജാവും നബിയുമായ ദാവീദ് ഒരു രക്ഷാമന്ത്രം പഠിപ്പിക്കുന്നു: ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും.
നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സങ്കീർത്തനങ്ങൾ 4-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യങ്ങളാവിത്. മൊബൈൽ ഫോണിന്റെ ഉപയോഗം. ഇന്ന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തവർ ചുരുക്കമാണ്, എണ്ണിയാൽ ഒടുങ്ങാത്തവരാണ്. വ്യക്തികൾ തമ്മിൽ വിവരങ്ങൾ കൈമാറുവാനും മറ്റ് സൗകര്യപ്രദമായ ഉപാധിയാണ് മൊബൈൽ ഫോൺ. യാത്രയിൽ ഇരിക്കുന്നവരുടെ വിവരങ്ങൾ അറിയുവാനും അവർക്ക് ആ ഭവനവുമായി ബന്ധപ്പെടുവാനും ഇത് വളരെയധികം സഹായകരമാണ്. വിവരങ്ങൾ ശേഖരിച്ചു വെക്കാനുള്ള ഈ ഉപകരണത്തിന്റെ ക്ഷമത പല വിധത്തിലും പ്രയോജനപ്പെടുത്താവുന്നതാണ്. പക്വതയോടെ ഇത് ഉപയോഗിച്ചില്ലെങ്കിൽ ചില ദൂഷ്യവശങ്ങളും സമൂഹത്തിൽ ഉണ്ടാകാവുന്ന സാഹചര്യവുമാണ്. ആവശ്യത്തിനുപരിയായ ബന്ധങ്ങൾ സൃഷ്ടിക്കുവാനും അത്യാവശ്യമല്ലാത്ത ഉപയോഗം മൂലം ക്രിയാത്മകമായി ഉപയോഗിക്കേണ്ട സമയം ദുർവിനിയോഗം ചെയ്യപ്പെട്ടു. നിങ്ങൾ ഇത് ഉപയോഗിക്കാറുണ്ടോ? യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇതിന് ആവശ്യമുണ്ടോ? പ്രായത്തിന്റെ പക്വതയിൽ എത്തിയിട്ട് ഇത് ഉപയോഗിച്ചാൽ മതി. നിങ്ങൾക്ക് ഒരു വിനോദയാത്രയ്ക്ക് പോകുമ്പോഴോ ഒറ്റയ്ക്ക് ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പോഴോ ഉപയോഗിക്കുന്നത് പ്രയോജനകരമാണ്. ആരാധനാ സമയത്തോ പ്രാർത്ഥനാ സമയത്തോ ആരും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ചുരുക്കത്തിൽ മാധ്യമങ്ങൾ നമുക്ക് വളരെ ഉപയോഗപ്രദമാണ്, എന്നാൽ അവയെ ശരിയായി ഉപയോഗിച്ചില്ലെങ്കിൽ വളരെയധികം അപകടകാരികളാണ്. മൊബൈൽ ഫോണും ഇന്റർനെറ്റും മാധ്യമങ്ങളും ഞങ്ങൾ പഠനത്തിലും മറ്റ് അത്യാവശ്യങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ടെലിവിഷനിൽ നിന്ന് പഠനത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും ഉതകുന്ന പരിപാടികൾ മാത്രമേ ഞങ്ങൾ കാണുകയുള്ളൂ. മാധ്യമങ്ങളെ ശരിയായി ഉപയോഗിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കും, മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കും. എന്നിങ്ങനെയുള്ള ദൃഢനിശ്ചയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചാൽ നമുക്ക് മാധ്യമങ്ങളെ ശരിയായി ഉപയോഗിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. പൈതങ്ങളെ അടുക്കൽ വിളിച്ച് വാസത്തോടെ അവരെ അനുഗ്രഹിച്ചവനായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ, ഞങ്ങളിൽ നിന്ന് തിരുവിഷ്ടമുണ്ടായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ പരിശുദ്ധ റൂഹായെ ഞങ്ങളുടെ മേൽ അയച്ച് ഞങ്ങൾക്ക് ജ്ഞാനവും തിരിച്ചറിവും നൽകണമേ. നിന്റെ തിരുവിഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ ദൈവഭയമുള്ളവരായിരിക്കാൻ, സത്യമറിവിനെ പഠിപ്പാനും മനസ്സിൽ സംസാരിപ്പാനും പ്രയോജനകരമായ പഠിത്തത്തിന് നാശം വരുത്തുന്ന സകല ദുസ്വഭാവവും ഞങ്ങളെ നീങ്ങിപ്പോകുവാനായിട്ട് കൃപയോട് ഞങ്ങളെ സഹായിക്കണമേ. ആമീൻ. ഇന്ന് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്യപ്പെട്ട് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടെ പറയട്ടെ, മാധ്യമങ്ങൾ പക്വമായി മാത്രം ഉപയോഗിക്കുക. നന്ദി, നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന പി തോമസ്. എന്റെ ചാനൽ എ മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യപ്പെടുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തുന്നതാണ്. നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പുതിയ വീഡിയോസിനുള്ള അപ്ഡേറ്റ്സ് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ ലൈക്സ്, കമൻറ്റ്സ് ഇതെല്ലാം രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ഇട്ടാൽ മതി, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ്സായി രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ദൈവത്തിൻ്റെ നാമത്തിൽ